with a prosperous future. നമ്മൾ വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് വായിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. And I want to read a very familiar scripture passage before you. സങ്കീർത്തനം 30 അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. Psalm chapter 30 verses 10 to 12. യഹോവേ കേൾക്കണമേ, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവേ എൻ്റെ രക്ഷകനായിരിക്കണമേ. നീ എൻ്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്ത് എൻ്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടത് തന്നെ. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. Hear, O Lord, and have mercy on me. Lord, be my helper. You have turned for me my mourning into dancing. You have put off my sackcloth and clothed me with gladness, to the end that my glory may sing praise to you and not be silent. O Lord, my God, I will give thanks to you forever. Praise the Lord. ഈ ഒരു പുതിയ മാസത്തിന്റെ പ്രാരംഭ ദിനമാണല്ലോ, പ്രാരംഭ വിശുദ്ധ ദിനമാണല്ലോ നാം കർത്തൃസന്നിധിയിലായിരിക്കുന്നത്. We are here on the first Sunday of this month. Praise the Lord. ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ As we are in the presence of the Lord this morning, നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. let us be in the presence of the Lord with a heart of thanksgiving. നന്ദി പറയുവാൻ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഏവർക്കുമുണ്ട്. We have much to be thankful for. അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പറയുമ്പോൾ പറഞ്ഞു തീരാത്ത എല്ലാ നല്ല ദാനങ്ങൾക്കായി നാം നന്ദി കരേറ്റേണ്ടവരാണ്. In the words of Paul, we have to give thanks to the Lord for the things that we cannot even describe with words. ഈ വേദഭാഗവും നമുക്ക് വളരെ സുപരിചിതമാണ്. And this word is very familiar to us. നീ എൻ്റെ വിലാപത്തെ നൃത്തമാക്കി. You have turned my mourning into dancing. എന്നെ സന്തോഷം ഉടുപ്പിച്ചു. You have taken off my sackcloth and clothed me with gladness. വിലാപത്തെ നൃത്തമാക്കിയതും You have taken my mourning into dancing. സന്തോഷം ഉടുപ്പിച്ചതിന്റെയും പിന്നിൽ And after taking my sackcloth and replacing it with gladness, നമ്മെക്കുറിച്ച് ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. There is a great purpose of God for us. ആ പദ്ധതിയാണ് അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. And that plan is described in the next ഞാൻ verse. നിങ്ങൾ മൗനമായിരിക്കാതെ ദൈവത്തിന് സ്തുതി പാടേണ്ടതിന് തന്നെ. It must be that we must sing praise to the Lord without being silent. നമുക്കറിയാം നമ്മേക്കാൾ പ്രായമേറിയവർ, we know that people who are advanced in age, പ്രായം കുറഞ്ഞവർ, people who are even younger than us, സമപ്രായക്കാർ, and people with the same age as us, ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു, have been taken away from this world. എന്നാൽ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ളവരായി ജീവന്റെ പുതുക്കത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയതോർത്ത് കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കരേറ്റാം. Let us lift our hands and give thanks to the Lord that He has given us the ability to live in the land of the living and to worship the Lord this morning. ഈ വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ വായിച്ച് വേഗത്തിൽ ഇരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. Let me read a few more verses and be seated this morning. വിലാപത്തെ നൃത്തമാക്കുക, രട്ടഴിച്ച് സന്തോഷം ഉടുപ്പിക്കുക. Mourning has been turned to dancing, sackcloth with gladness. നമുക്ക് എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ when we go to the book of Esther, നമുക്ക് വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു കഥാപാത്രമാണ് മൊർദെഖായി എന്ന് പറയുന്ന കഥാപാത്രം. we know a very familiar person there, that is the man of God Mordecai. നമുക്കറിയാം അത് പ്രവാസ ഭൂമിയിൽ ആയിരിക്കുന്ന യഹൂദജനം. We know that these men and women, the Jews, are living in a time of captivity. നെഹമ്യാവ്, എസ്തർ ഈ പുസ്തകങ്ങൾ പ്രവാസത്തിലായിരിക്കുന്ന യഹൂദജനത്തെ കുറിച്ച് വർണ്ണിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. Ezra, Nehemiah and Esther are all books written about the people as they lived in captivity. ഈ എസ്തറിന്റെ പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ മാതൃരാജ്യമായ മാതൃഭൂമിയായ ഇന്ത്യയെ കുറിച്ച് പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ് എസ്തറിന്റെ പുസ്തകം. The uniqueness of Esther is that it is our own nation India is mentioned in this book. അവിടെ ഹിന്ദുദേശം മുതൽ കൂശ് ദേശം വരെ, ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 സംസ്ഥാനങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്നു. We read about 27 provinces from India to Ethiopia over which the king had reign over. Praise the Lord. അവിടെ നടക്കുന്ന സംഭവമാണ് ഇന്ന് ഈ എസ്തറിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്. And the situation that occurs here is what we read about in the book of Esther. Praise the Lord. വർത്തമാനകാല സാഹചര്യങ്ങളുമായിട്ട് തുലനം ചെയ്ത് നാം പഠിക്കുമ്പോൾ, and as they went through difficulties through various seasons, praise the Lord, ലോകത്തിലെമ്പാടും ദൈവത്തിന്റെ ജനം ഫേസ് ചെയ്യുന്നതായ പ്രശ്നങ്ങൾ നമുക്കിവിടെയും കാണുവാൻ കഴിയുന്നു. We are able to see the many types of sufferings that people all over the world have to go through. എന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് എന്താണ് പ്രതിവിധി? But what is the end goal of these sufferings? ഇവിടെ നാം 3-ാം അധ്യായം വായിക്കുമ്പോഴും അതിന്റെ 9-ാം അധ്യായം വായിക്കുമ്പോഴും, as we read chapter 3 and chapter 9, ഇവിടെ അഹശ്വേരോശ് രാജാവിൽ പ്രധാനിയായിരുന്ന ഹാമാന്റെ നേതൃത്വത്തിൽ ഒരു ഉപായം കണ്ടെത്തുകയാണ്. we see a plot being brought into ploy by a man named Haman. അധികാര സ്ഥാനങ്ങളിൽ ആക്കപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ
And people, as they are situated in that place, ഇവിടെ പരമാധികാരിയായി നിൽക്കുന്നത് ഹാമാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. we see a man who is leading or reigning over them. That man is Haman. അതിന്റെ ഹാമാൻ അതിന്റെ ഒരു ഉപായം കണ്ടെത്തുകയാണ്. And he creates a ploy. ഈ ശൂഷൻ ദേശത്തും ആ 127 സംസ്ഥാനങ്ങളിലും ചിഹ്നിച്ചിതറി കിടക്കുന്ന ഒരു ജാതി യഹൂദ ജാതിയെ കുറിച്ചാണ് പറയുന്നത്. We see that there was one tribe, that is the tribe of the Jews, in the various 27 provinces of the land. അവരെ അപായപ്പെടുത്തുവാനുള്ള ഉപായം പൂരെന്ന ചീട്ട് നിമിത്തമായിട്ട് ഹാമാൻ കൽപ്പിക്കപ്പെടുവാനിടയായി. And we see that Haman wanted to destroy the Jews and set a time for that. മൂന്നാം അധ്യായത്തിലാണ് അതിനെക്കുറിച്ച് കാണുന്നത്. We read about that in chapter 3. നോക്കണേ, തന്ത്രരൂപേണ ഉപായങ്ങൾ കണ്ടെത്തുക. He had a cunning way of coming up with this ploy to destroy. എന്താണ് ഉദ്ദേശം? ഈ ജാതിയെ മുഴുവൻ അപായപ്പെടുത്തുക. Somehow he wants to kill and annihilate the entire nation. ഞാൻ ചുരുക്കി പറയട്ടെ, ആധാർ മാസം 13-ാം തീയതി ഈ ജനത്തെ ഒടുക്കിക്കളയുവാനുള്ള വിളംബരം രാജകൊട്ടാരത്തിൽ നിന്ന് രാജാവിന്റെ അംഗീകാരത്തോട് പുറത്തേക്ക് അയക്കുവാനിടയായി തീർന്നു. We see that from the palace of the king a decree comes out that in the 13th day of the first month of Adar he wanted to destroy and annihilate all the Jews of the land. അതിന്റെ മൂന്നാം അധ്യായത്തിന്റെ 13 മുതൽ നാം വായിക്കുമ്പോൾ, as we read from verse 13 onwards in chapter 3, അത് വേഗത്തിൽ ഇംഗ്ലീഷിൽ അങ്ങ് വായിച്ചു. And the letters were sent by couriers into all the king's provinces to destroy, to kill, and to annihilate all the Jews, both young and old, little children and women, in one day on the 13th day of the 12th month, which is the month of Adar, and to plunder their possessions. അപ്പോൾ ഇവിടെ ആധാർ മാസം 13-ാം തീയതി ഒരു വിളംബരം. ആ വിളംബരത്തിൽ ഇതാണ്: ഈ ജാതിയെ മുഴുവൻ ഒടുക്കിക്കളയുക, യഹൂദ ജാതിയെ നശിപ്പിക്കുക, അവരെ കൊള്ളയിടുക, അവരെ മുടിച്ചു കളയുക, അവരെ ഇല്ലാതാക്കുക. So we see a bold declaration in verse 13 that was to kill on the 13th day of the 12th month of Adar, to destroy, kill and annihilate the Jews. 127 സംസ്ഥാനങ്ങളിലും ഈ വിളംബരം പ്രസിദ്ധമാക്കി. And this declaration was sent into all the provinces of the land. അതിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: ശൂഷൻ രാജധാനിയിലും ആ തീർപ്പ് പരസ്യം ചെയ്തു. രാജാവും ഹാമാനും കുടിപ്പാനിരുന്നു. ശൂഷൻ പട്ടണമോ കലങ്ങിപ്പോയി. And we see that in verse 15 the couriers went out, hastened by the king's command, and the decree was proclaimed in Shushan and the citadel. So the king and Haman sat down to drink, but the city of Shushan was perplexed. ായിരിക്കുന്ന യഹൂദന്മാർ പാർക്കുന്ന ഈ ശൂഷൻ പട്ടണം കണ്ണുനീരിലാണ്, നിലവിളിയിലാണ്. മറ്റൊന്നുമല്ല, തങ്ങളുടെ യഹൂദാജനത്തിനു വേണ്ടി കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ വിളംബരം അറിഞ്ഞ മാത്രയിൽ 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പെരുവഴിയിൽ നിന്നുകൊണ്ട് രട്ടുടുത്ത് പ്രൈസലോടെ ഏങ്ങി കരയുന്ന നിലവിളിക്കുന്ന ഒരു മൊർദെഖായിയെ നമുക്ക് 4-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ കാണുവാൻ കഴിയുന്നു. We read in verse 15 about a city named Shushan that was in deep sorrow and despair, knowing that they would be killed on that particular date. And when we come to chapter 4 and verse 1, we read about a man named Mordecai who is clothing himself in sackcloth and ashes and crying out unto the Lord. നാം പലപ്പോഴും മറ്റുള്ളവർ അനുഭവിക്കുന്ന വേദനകളെ കുറിച്ച് നാം അറിയുന്നില്ല. Many times we don't know the sufferings that others are going through. സാധാരണ പഴഞ്ചൊല്ലുണ്ട്, മറ്റുള്ളവരുടെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അപ്പന് ഭ്രാന്ത് വന്നു നിന്ന് കഴിഞ്ഞാൽ കണ്ടു നിൽക്കാനൊരു സന്തോഷമാണ്. കാരണം എന്ന് പറഞ്ഞാൽ യോ കണ്ടില്ലയോ, ആക്ഷനൊക്കെ കാണിക്കുന്ന കണ്ടില്ലയോ എന്ന് പറഞ്ഞ് എൻജോയ് ചെയ്യും. എന്നാൽ അത് സ്വന്തം അനുഭവത്തിൽ സ്വന്തം മാതാപിതാക്കൾക്ക് വരുമ്പോഴാണ് അതിൻ്റെ ദുഃഖം, അതിൻ്റെ വേദന അറിയുന്നത്. When we hear about someone else's mother or father losing their sanity, we might think of it as a matter of joke or comedy. But when it happens to our own mothers or fathers, that is when we know the real suffering of the situation. നമുക്കറിയാം, ലോകത്തിലെമ്പോഴും അങ്ങോളം ഇങ്ങോളം ബക്കോറഹാം തീവ്രവാദികളിൽ നിന്നുള്ളതായ ആക്രമണങ്ങൾ, മറ്റു പലതരത്തിലുള്ള പ്രതിസന്ധികൾ, ഇന്ത്യയിലുണ്ടാകുന്ന പ്രതിസന്ധികൾ, ഈ പ്രതിസന്ധികൾ ഒരുമിച്ച് കൂടുവാൻ കഴിയാത്തവർ, അപ്പോൾ തന്നെ ജയിലിലായിട്ടും ബെയിൽ ലഭിക്കാതിരിക്കുന്നവർ, കോർട്ട് വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, ജീവന് ഭീതി അനുഭവിക്കപ്പെടുന്നതായ പ്രിയപ്പെട്ടവർ, അങ്ങനെ ഒത്തിരി പ്രിയപ്പെട്ടവർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. There are many people in our own surroundings who are terrorized, who are persecuted, who are jailed and imprisoned and not able to come out with bail. ഇവിടെ ഒരു വ്യക്തിയെ ദൈവം എഴുന്നേൽപ്പിക്കുക. But here we see the Lord is raising up one person. അവന്റെ പേര് മൊർദെഖായി എന്നാണ്. His name was Mordecai. കാവൽക്കാരനായിട്ട്
ഹല്ലേലൂയ. അത് ഹാമാന്റെ അപ്രീതിക്ക് പാത്രമായ വ്യക്തിയാണ്, ആരൊരു കാവൽക്കാരനായിട്ടിരിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ ആ വ്യക്തി എന്തിനെയോ തന്നാലാവോളം താന് ദൈവസന്നിധിയിൽ രാട്ടൊടുത്ത് കണ്ണുനീരോടെ നിലവിളിക്കുവാൻ തുടങ്ങി. We see that he was a man who was a gatekeeper in the king's palace, and despite the circumstances he is taking on sackcloth and ashes and crying a bitter cry unto the Lord. പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. And with bitterness he is raising up a loud cry unto the Lord. പ്രൈസ് ദി ലോർഡ്. 3:4 വായിക്കുമ്പോൾ രാജാവിന്റെ കൽപ്പനയും തീർപ്പും ചെന്ന് ഓരോ സംസ്ഥാനത്തും യഹൂദന്മാരുടെ ഇടയിൽ മഹാദുഃഖവും ഉപവാസവും കരച്ചിലും വിലാപവും ഉണ്ടായി. In verse 3 of chapter 4 we read, in every province there was great mourning among the Jews with fasting, weeping and wailing. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് 4-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ, and when we read in the same chapter 14 and 15 verse, താൻ ഉപവസിക്കുക മാത്രമല്ല, താൻ പ്രാർത്ഥിക്കുക മാത്രമല്ല മൊർദെഖായി ചെയ്യുന്നത്, മറ്റുള്ളവരെ കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് ഉപവാസത്തിനായിട്ട് പ്രേരിപ്പിച്ച് ഉത്സാഹിപ്പിച്ച് അവരെയും പ്രാർത്ഥനാനിരതരാക്കുവാൻ ശ്രമിക്കുന്ന മൊർദെഖായി. We see that this Mordecai was not only a man of fasting and prayer, but also a man that encouraged and edified others to go into fasting and prayer for the nation. ഇവിടെ തന്റെ വളർത്തുമകളായിരിക്കുന്ന എസ്തർ രാജകൊട്ടാരത്തിലുണ്ട്. We see that there is a great woman named Esther in the king's palace. തന്റെ കാര്യം ചെയ്യുകയാണ്, മെസ്സേജ് അയച്ചു കൊടുക്കുകയാണ്. And he sends a message to this queen. പ്രൈസ്. എന്താണ് പറയുന്നത്? അതിന്റെ 14-ാം വാക്യം, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തു നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാവും. We read in verse 14, if you remain completely silent at this time, relief and deliverance will arise for the Jews from another place. എന്നാൽ നീ നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. But you and your father's house will perish. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലോ നിന്നെ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. Yet who knows whether you've come to this kingdom for such a time as this. നമുക്കറിയാം, എസ്തർ പ്രതിവാക്യമായിട്ട് പറഞ്ഞു, ഞാൻ ഉപവസിക്കും 3 ദിവസം, ഞങ്ങൾ ഉപവസിക്കും. യഹൂദാജാതി മുഴുവൻ ഉപവസിക്കുവാനായിട്ടൊരു പ്രേരണ അവിടെ നൽകുന്നതായിട്ട് കാണുന്നു. We know the response of Esther was, I will be in fasting and prayer for 3 days, and I want you to encourage all the Jews of the land to be in fasting and prayer during those 3 days. നോക്കണേ, പ്രതിസന്ധിയുടെ ആഴം മനസ്സിലാക്കി ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന യഹൂദാജനം. We see a Jewish nation that understands the depth of suffering and goes before the Lord with fasting and prayer. പ്രൈസ് ദി ലോർഡ്. അവരുടെ പ്രാർത്ഥനയുടെ ശബ്ദം സ്വർഗ്ഗോന്നതികളിലേക്ക് എത്തി. And the sound of their prayers reached heaven's gate. 8-ാം അധ്യായം നാം വായിക്കുമ്പോൾ, when we read chapter 8, അവിടെ നമ്മൾ വായിക്കുന്ന 15, 16, 17 വാക്യങ്ങൾ വായിക്കുമ്പോൾ, in verses 15, 16 and 17, ഇൻഡപ്തിലേക്ക് പോകുന്ന സമയത്തിന്റെ പരിമിതി ബന്ധമായിട്ട് അവിടെ, എന്നാൽ മൊർദെഖായി നീലവും ശുഭ്രവുമായ രാജവസ്ത്രവും വലിയ പൊൻകിരീടവും ചണനൂൽ കൊണ്ടുള്ള രക്താംബരവും ധരിച്ച് രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. ശൂഷൻ പട്ടണം ആർത്ത് സന്തോഷിച്ചു. യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി. So Mordecai went out from the presence of the king in royal apparel of blue and white, with a great crown of gold and a garment of fine linen and purple. And the city of Shushan rejoiced and was glad. ഇവിടെ 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ the message of death, മരണം അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുവാനുള്ളതായിരിക്കുന്ന മെസ്സേജ് രാജകൊട്ടാരത്തിൽ നിന്ന് പുറപ്പെടുവിച്ച് അത് പ്രസിദ്ധമാക്കിയപ്പോൾ, and when they heard about the annihilation no longer happening, and that declaration went out, ആ മെസ്സേജിനെതിരായി, ആ രേഖയ്ക്കെതിരായി, വിളംബരത്തിനെതിരായിട്ട് ദൈവജനം ഉപവസിച്ച് കണ്ണുനീരോട് രട്ടുടുത്ത് പ്രാർത്ഥിച്ചത് നിമിത്തമായി 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് അടുത്ത മെസ്സേജ് വരുന്നു. ദ മെസ്സേജ് ഓഫ് ലൈഫ്. ഇനി മരണത്തിന്റെ മെസ്സേജ് അല്ല, മുടിച്ചു കളയുന്ന മെസ്സേജ് അല്ല, പിന്നെയോ ജീവനോട് തന്റെ ജനത്തെ സൂക്ഷിപ്പിച്ച് അനുഗ്രഹങ്ങളും നന്മകളും നൽകുന്ന ഒരു മെസ്സേജ് അവർക്ക് ലഭിക്കുവാനിടയായി തീർന്നു. After hearing the message in chapter 3 that they would be annihilated on that particular day, these people went into fasting and prayer and called unto the Lord. And as a result of that, in chapter 8 they hear a different declaration that the plan has been destroyed and the Lord has heard their prayers, and there was joy and gladness in the city. Praise the Lord. നോക്കണമേ, ശൂഷൻ പട്ടണം കലങ്ങിപ്പോയ സ്ഥാനത്ത് ഇവിടെ ഇപ്പോൾ ശൂഷൻ പട്ടണം ആർത്ത് ഘോഷിച്ച് ആനന്ദിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവത്തിലേക്ക് ദൈവരെ നയിക്കുവാനിടയായി. The same city of Shushan, which was in deep sorrow, we see that the Lord has brought that city into a place of great rejoicing and gladness. 9-ാം അധ്യായത്തിന്റെ 25 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ നമുക്ക് വളരെ വിശദമായിട്ട് കാണുവാൻ കഴിയുന്നു. ഹാമാൻ പൂരന്ന
ആ ഉപായേന അപായം കണ്ടെത്തി ഈ ജനത്തെ മുടിച്ചു കളയുവാൻ ഒരുക്കിയ സ്ഥാനത്ത് ആ പൂരിനെ ഹല്ലേലൂയ ദൈവം പുരിയുമായി ഹല്ലേലൂയ മാറ്റുവാനിടയായി തീർന്നു. We see in chapter 9 verse 5 the situation that should have been poor, which would be the situation of rejoicing over the death of the Jews, was turned into Purim, which was the festival of deliverance for the people. ആധാർ മാസം 13-ാം തീയതി ഈ ജനത്തെ മുടിച്ചു കളയാമെന്ന് ആഗ്രഹിച്ച ഹാമാന് തെറ്റുപറ്റിപ്പോയി. സ്വർഗത്തിലെ ദൈവം തന്നെ ജനത്തിന്റെ നിലവിളിയെ കേട്ട് അത് എല്ലാ വർഷവും 13, 14, 15 എന്നീ 3 ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ആഘോഷിക്കത്തക്ക നിലയിലുള്ള ഒരു ഉത്സവമാക്കി സ്വർഗത്തിലെ ദൈവം തന്നെ ജനത്തിന് വേണ്ടി തീർത്തു കൊടുത്തു. In the same month of Adar, in which Haman wanted to kill and annihilate the Jews, the Lord has arranged for 3 days of celebration to rejoice in the fact that the Lord has delivered his people. പൂരിനെ പുരിമാക്കി തീർക്കുന്ന ദൈവം, the Lord who has turned poor into Purim, വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന ദൈവം, the one who turns your mourning into dancing, രട്ടഴിച്ച് സന്തോഷം ഉടുപ്പിക്കുന്ന ദൈവം, who takes away your sackcloth and clothes you with gladness. ഇതുപോലെ ഇൻസിഡന്റ് 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. A similar incident is seen in the book of 2 Chronicles chapter 20. പ്രൈസ് ദി ലോർഡ്. 20-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്ന ഒരു കാര്യമുണ്ട്. മോവാബ്യരും അമ്മോന്യരും മെയൂന്യരും കൂടെ യഹോശാഫാത്തിനെതിരായിട്ട് യഹൂദ രാജാവായ യഹോശാഫാത്തിനെതിരെ സംഘടിത ശക്തികളായി കടന്നു വരികയാണ്. We see that in the book of 2 Chronicles chapter 20 verse 1 onwards, that Moab, Ammon, as well as the Ammonites have gathered in battle against Jehoshaphat and the nation of Israel. 83:4 ഇങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ, വരുവീൻ ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വേണം നാം അവരെ മുടിച്ചു കളയുക, അവരുടെ പേർ ഇനി ആരും ഓർക്കരുതെന്ന് അവർ പറഞ്ഞു. അവർ ഇങ്ങനെ ഐക്യമത്യത്തോടെ ആലോചിച്ചു. We see that they had a unified thought that the people of Israel should no longer exist and that the name and the remembrance of the nation should be wiped off the earth. പലപ്പോഴും ശത്രു അതിന്റെ ശക്തിയോടെ ഐകമത്യത്തോടുകൂടെയാണ് ദൈവജനത്തിനെതിരെ, ദൈവസഭയ്ക്കെതിരെ, ദൈവിക കുടുംബങ്ങൾക്കെതിരെ നീങ്ങുന്നത് നാം മനസ്സിലാകാതിരിക്കരുത്. Don't be unaware of the fact that the enemy will come in unity to destroy the people of God and the families of the Lord. നമ്മൾ വായിക്കുന്ന യഹോശാഫാത്ത് ദൈവത്തെ ഭയപ്പെട്ടു. We see that Jehoshaphat was greatly afraid. ഈ പ്രതിസന്ധിയുടെ നടുവിൽ എങ്ങനെ മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയും? And how can you move forward in the midst of such enmity? അവർ ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. And they declared a fasting. അവരൊരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. And they stood before the Lord in prayer. അവരുടെ കഴിവില്ലായ്മയെ ദൈവസന്നിധിയിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ചു. They surrendered before the Lord and spoke of their own limitations. ദൈവത്തോട്, ദൈവമേ, നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ? Lord, will you not judge these men? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർത്ത് നിൽപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. We have no strength to stand before this great multitude that comes against us. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. We don't know what to do. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് ഉയർത്തുന്നു. And still we lift our eyes unto you. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് ഉയർത്തുന്നു. And yet we lift our eyes unto you. യഹോശാഫാത്തും കൂട്ടരും അവിടെയുള്ള ജനവും ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത നിമിത്തമായിട്ട് സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടിയുള്ള സന്ദേശം അയച്ചു കൊടുക്കുവാനിടയായി. As a result of the fasting and prayer that lasted for 1 day under the king Jehoshaphat, the God of heaven answered their prayers and sent help. എന്താ മെസ്സേജ്? What is the message? നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല. The Lord spoke to them and said, നിങ്ങൾ ഈ പടയിൽ പൊരുതേണ്ട കാര്യമില്ല. You don't have to be afraid. നിങ്ങൾ സ്ഥിരമായിരുന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ നിങ്ങൾ ഇന്ന് കണ്ടുകൊള്ളും. Do not be afraid, for the battle is not yours. You be still and see the deliverance of the Lord. അവരവർ പാടി ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. And they began to praise the Lord in oneness. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനിടയായി. They began to sing, praise the Lord, for his mercy endures forever, and they worship the Lord. ഇന്നലകളിൽ പ്രവർത്തിച്ച ദൈവത്തിന് ഇന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയും. We have the God who worked yesterday is able to work for us today. ഇന്നലകളിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുത പ്രവർത്തികൾ ഇന്ന് നാം ഓർത്ത് അതോ ദൈവത്തിന് മഹത്വം കരേറ്റിയാൽ ദൈവം ഇന്നിന്റെ പ്രതിസന്ധികളെ പരിഹരിക്കുവാൻ അവൻ മതിയായവനാണ്. If we remember the deliverance of yesterday and give God the praise this morning, the Lord is able to do the same deliverance for us today. 22-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്
ഇങ്ങനെയാണ് വായിക്കുന്നത്, അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ In verse 22 we read, when they began to അവർക്കെതിരെ sing, വന്നതായ ശത്രുക്കളെ സ്വർഗത്തിലെ ദൈവം പരാജയപ്പെടുത്തുവാനിടയായി. അങ്ങനെ അവർ തോറ്റുപോയി. the Lord defeated the enemies that rose against the people of God, and the enemies were defeated. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വായിച്ചതായ സങ്കീർത്തനത്തിന്റെ 84-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്. In the book of Psalm 84 and verse 4 we read, കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർത്തു, മുൻമഴയാൽ അത് അനുഗ്രഹപൂർണ്ണമാകുന്നു. we see in Psalm 84, as they walk through the valley of tears, they have turned it into a spring of water. The rain also covers it with ഈ pools. അധ്യായം 26-ാം വാക്യത്തിൽ വരുമ്പോൾ When we come to verse 26, 4-ാം ദിവസം അവർ ബെരാഖ താഴ്വരയിൽ ഒന്നിച്ചുകൂടി. we see that on the 4th day they gathered in the valley of Barakah. അവർ അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്ന് വരെ ബെരാഖ താഴ്വര എന്ന് പേർ പറഞ്ഞു വരുന്നു. We read that because the people of God praise the Lord there, the name of that place is Barakah until today. നോക്കണേ, വാലിയോ ബെരാഖയെ വലിയ ബെരാഖയാക്കി തീർക്കുവാൻ കഴിയുന്ന ഒരു ദൈവം നമ്മുടെ ദൈവമാണ്. He is the God who turns the valley of Baca into the valley of Barakah, which is the valley of blessing. കണ്ണുനീർ താഴ്വരെ പ്രൈസ് സന്തോഷത്തിന്റെ താഴ്വരയാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. God is able to turn the valley of your tears into a place of rejoicing. യഹോശാഫാത്തും കൂട്ടരും വളരെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. The people of Jehoshaphat and the king himself cried and prayed. അവർ വിചാരിച്ചു, ഐകമത്യത്തോടെ ഇവർ ഞങ്ങളെ കീഴ്പ്പെടുത്തും, ഞങ്ങളെ ഇല്ലാതെയാക്കി കളയും. They thought with oneness the enemy will come and defeat us and wipe us off the face of the earth. അവർ ദൈവമുഖം അന്വേഷിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. But they desired to seek the face of the അവർ Lord. ഉപവസിച്ചു, അവർ പ്രാർത്ഥിച്ചു, ദൈവാത്മാവ് ഗൈഡിയതനുസരിച്ച് അവർ ദൈവത്തെ ആരാധിച്ചു, ദൈവത്തിന് മഹത്വം കൊടുത്തു. They fasted, they prayed, and according to the leading of the Holy Spirit, they worshipped the Lord and gave him praise. അവരുടെ ബാഖായെ ദൈവം ബെരാഖയാക്കി തീർത്തു. And the Lord turned their Baca into Barakah. കണ്ണുനീരിനെ ദൈവം സന്തോഷത്തിന്റെ താഴ്വരയാക്കി തീർത്തു. Oh, the Lord turned the valley of tears into the valley of blessing. വായിച്ച കുറിവാക്യം ഇങ്ങനെയാണല്ലോ. Our main verse was such. ദൈവം നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു. He has turned our mourning into dancing. അവൻ നമ്മെ രട്ടഴിച്ച് സന്തോഷം കൊടുത്തു. Taken away our sackcloth and clothed us with വ്യക്തിപരമായ gladness. ജീവിതത്തിൽ എത്രയോ ക്ലേശങ്ങൾ, എത്രയോ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. Even today we may have many difficulties and problems. ശാരീരിക രോഗങ്ങൾ കടന്നു വന്ന സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ. And there may be even be situations where you're physically ill. എന്നാൽ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സഭയോടുള്ള ബന്ധത്തിലും നമ്മുടെ ശുശ്രൂഷ മണ്ഡലത്തോടുള്ള ബന്ധത്തിലും സ്വർഗത്തിലെ ദൈവം ഇന്ന് വരെ ചെയ്ത അത്ഭുത പ്രവർത്തികളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയാകട്ടെ. But in our individual life, family life, church life and ministerial life, let us remember the goodness of the Lord and praise him this morning. അതെ, അവൻ നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി തീർക്കും. He has turned our mourning into dancing. അതുകൊണ്ട് മൗനമായിരിക്കാതെ Therefore be ദൈവത്തെ not സ്തുതിക്കുന്നവരായി silent and praise him this morning. അവസരം അനുവദിച്ച ദൈവദാസനോടും സഭയോടുമുള്ളതായി നന്ദി അറിയിക്കുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്ത ഡോക്ടർ ഏഞ്ചലിനോടുള്ളതായിരിക്കും നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. Amen. Hallelujah. Praise the Lord. അനുഗ്രഹീതമായ